ഞാൻ പറയുന്ന കാരണങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞ മാറ്റർ ശരിയാണോ ഇല്ല നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഈ അടുത്തിടെ ഞാൻ പറഞ്ഞായിരുന്നു, നടൻ ദിലീപ് വിഷയത്തിൽ ഭാവിയിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും മാപ്പ് പറയും. അപ്പോൾ ഇത് പറഞ്ഞപ്പം അഖിലേട്ടാ നിങ്ങൾ പല കാര്യങ്ങളും പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്, പക്ഷേ ദിലീപിനെ നിങ്ങൾ അനുകൂലിച്ചത് ഒരു രീതിയിലും ശരിയായില്ല. അയാൾ കള്ളനാണ്, മറ്റേതാണ് അയാൾ പീഡനവീരനാണ്, കുന്ത കുടച്ചക്രം എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ, അതായത് ഞാൻ ഒരു ഭാഗത്ത് മറ്റേ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങൾ ഞാൻ റൈസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ദിലീപിനെ പോലെ ഒരാളെ ഞാൻ പിന്തുണച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇരട്ടത്താപ്പ് നിലപാടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരാളെന്നോട് ചോദിക്കും, ഞാനിപ്പം അതായത് എനിക്കതിന് വളരെ കൃത്യമായ കാരണങ്ങളുണ്ട്. ഇപ്പം കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ചെയ്തിപ്പം ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും എവിടെയാണ് ദിലീപ് പ്രേക്ഷകരുടെ മുന്നിൽ കുറ്റക്കാരനായത്? പൾസർ സുനി എന്ന് പറയുന്ന ഒരുവൻ പോലീസിന് കൊടുത്ത ഒരൊറ്റ മൊഴിക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ ജനതയ്ക്ക് എന്തു ബോധ്യമാണുള്ളത് ഇയാളിത് ചെയ്തു എന്നുള്ളതിന്? കേരള പോലീസിൻ്റെ കണക്ക് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ളൊരു പോലീസ് ഇന്ത്യയിൽ വേറെ ഇല്ല. അവർ വിചാരിച്ചാൽ അവർക്ക് ഏത് രീതിയിൽ ഒരു കേസിനെ വളച്ചൊടിക്കാൻ പറ്റും. എന്നോട് നാദിർഷ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നാദിർഷ അമേരിക്കയിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് പറഞ്ഞു, അഖിൽ എവിടെയും ചോദിച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് കണക്ക് ദിലീപുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്യണം, നിങ്ങളെ പ്രതിയാക്കണം എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, സാറേ അവൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എന്തെങ്കിലും ഒരു കയ്യബദ്ധം അവൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൻ ആരെ അറിയിച്ചില്ലെങ്കിലും അവൻ എന്നോടൊന്നും സൂചിപ്പിക്കും. അപ്പോൾ ഇങ്ങനൊരു കാര്യം അവൻ എന്നോടൊരിക്കലും പറഞ്ഞിട്ട് കൂടിയില്ല. ആ നാദിർഷ ഇത് സ്റ്റേറ്റ്മെൻ്റായിട്ട് ഞാൻ തന്നാൽ മതി, ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നീ വരുമ്പോൾ പിന്നീട് സംസാരിക്കാം എന്ന് ദിലീപ് നാദിർഷയോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയും ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഇത് എഴുതി ചേർക്കുകയും കോടതിയിൽ വെച്ചിട്ട് നാദിർഷ ജഡ്ജിയോട് പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഇയാൾ കള്ളത്തരം എഴുതി ചേർത്തിയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഒരാളെ, അതായത് പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രൂരമായ ഒരു പീഡനത്തിന് വിധേയായ ഒരു കുട്ടിക്ക് നമുക്ക്, ഒരു സ്ത്രീക്ക് പൂർണ്ണ പിന്തുണ നമുക്ക് കൊടുക്കാം. പക്ഷേ അത് ഇയാളാണ് ചെയ്തത് എന്ന് ഇവിടുത്തെ പൊതുസമൂഹം എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞത്, എന്താണ് നിങ്ങളുടെ ബോധ്യം? അയാൾ ആണ് ഇത് ചെയ്തത് എന്നുള്ളതിന് സമൂഹത്തിനുള്ള ബോധ്യം എന്താണ്? ഇപ്പം അദ്ദേഹം മഞ്ജു വാര്യരുമായിട്ട് ഡിവോഴ്സ് ആയതാണോ പ്രശ്നം? അതിന് നമ്മൾ കുടുംബജീവിതത്തിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒന്നിലധികം ആൾക്കാരോട് ഇഷ്ടം തോന്നിയേക്കാം. നിങ്ങൾ അക്കാര്യത്തെ വിമർശിച്ചോ, പക്ഷേ ഇതുപോലെ അതുമാത്രമല്ല, ദിലീപ് എന്ന മനുഷ്യൻ പൾസർ സുനിയെ കണ്ടിട്ട് കൂടിയില്ല, ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡാണ്, അതുപോലും ഫാബ്രിക്കേറ്റഡാണ് പോലീസ് വെച്ചേക്കുന്നത്. നഗരമധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് ആ പെൺകുട്ടിയുടെ ജീവിതം തകർക്കണം, ഇതാണല്ലോ ഉദ്ദേശം. അതായത് നമ്മളെ മുന്നിലേക്ക് എത്തിയ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ പർട്ടിക്കുലർ നടിയോട് വിരോധം തോന്നിയ ഒരു സിനിമാ നടൻ, അയാൾ ഈ കുട്ടിയുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു, ആ പെൺകുട്ടിയെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ എന്താണ്? അതാണ് ലോകത്ത് കോമൺ സെൻസുള്ള ഒരാളും ചെയ്യാത്തൊരു പ്ലാൻ. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വെച്ച് ഈ കുട്ടിയെ ദൃശ്യങ്ങൾ പകർത്തുക. ഈ ദൃശ്യങ്ങൾ പുള്ളിക്ക്, അതായത് ഇവർ പരാതി കൊടുക്കുമെന്നോ ഇത് കേസാകുമെന്നോ അറിയത്തില്ലല്ലോ. ഒരു സ്ത്രീയെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് അവളുടെ ഏത് ലൈംഗികപരമായിട്ടുള്ള ഒരു വീഡിയോ പകർത്തിയാലും ഇത് ആർക്ക് ആസ്വദിക്കാൻ പറ്റും? ഇതങ്ങനെ അത് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു സ്ത്രീയാണ്, ഇത്തരം ഒരു ദൃശ്യം കേരളത്തിൽ എത്ര സ്പ്രെഡായാലും ആ കുട്ടിയോട് സഹാനുഭൂതിയും അനുകമ്പയും അല്ലാതെ ആർക്കെങ്കിലും മറ്റൊരർത്ഥത്തിൽ അതിനെ കാണാൻ കഴിയുമോ? അതായത് ഉപദ്രവിച്ചു കൊണ്ടുള്ള ഒരു വിഷ്വലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവൾ ആസ്വദിക്കുന്ന ഒരു വിഷ്വൽ കിട്ടണം. അല്ലെന്നുണ്ടെങ്കിൽ അവൾ അറിയാതെ കുളിക്കുന്ന, അല്ലെങ്കിൽ അതായത് ഒരു നഗ്നമായ ദൃശ്യം, അതായത് പ്രേക്ഷകനെ, അതായത് ഒരാളെ അപമാനിക്കാവുന്ന ഉദ്ദേശത്തിൽ. ഞാൻ പറഞ്ഞത് ക്രൂരമായി ഉപദ്രവിക്കുന്നതിനെ പീഡനമാണല്ലോ, അല്ലെങ്കിൽ ബലാത്സംഗമാണല്ലോ, അതിനെ ഒരിക്കലും സമൂഹത്തിന് ഒരാളെ നാറ്റിക്കാൻ പറ്റില്ല. ഇതാണല്ലോ പ്ലാൻ. ഞാൻ പറഞ്ഞത് ഇവരുടെ ഒരു പ്ലാൻ, ആരോ ആയിക്കോട്ടെ, ഇങ്ങനൊരു പ്ലാനാണ് ഇവർ തയ്യാറാക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്ലാൻ ദിലീപിനെ പോലെ ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത്. 2, നഗരമധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു വീഡിയോ ദൃശ്യം ചിത്രീകരിക്കാൻ ഈ വണ്ടിക്കകത്ത് എത്രത്തോളം വെട്ടമുണ്ട്? രാത്രിയിലാണ്. അതായത് വ്യക്തതയില്ലാത്ത, ഷെയ്ക്കാവാൻ സാധ്യതയുള്ള, ഒരു പ്രോപ്പറല്ലാത്ത ഒരു ദൃശ്യം കിട്ടത്തക്ക രീതിയിൽ ഇത്രയും വിവരക്കേട്. ഇനി ഈ വണ്ടി എവിടെയെങ്കിലും പോയിരുന്നു തട്ടിയിരുന്നെങ്കിൽ എന്താകും അവസ്ഥ? പിടിക്കപ്പെടണമെന്നും പൾസർ സുനി പോലീസിൻ്റെ അകത്താകണമെന്നും ഉദ്ദേശിച്ചിട്ടുള്ള ആയിരിക്കത്തിലുള്ള ഇത് ചെയ്യുന്നത്.
ഒരു കുറ്റകൃത്യം ഒരാൾ പ്ലാൻ ചെയ്താൽ ആ കുറ്റകൃത്യം എഫക്റ്റീവായിട്ട് തന്നെ വരണം. അയാൾക്ക് റിസോർട്ട് ചൂസ് ചെയ്യാം, ഒരു ഹോട്ടൽ റൂം ചൂസ് ചെയ്യാം, അതായത് പുറത്ത് വരാത്ത രീതിയിലുള്ള ഒരു സ്പേസിലേക്ക് എത്താം. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പിടിച്ചു തള്ളക്കോ ബഹളങ്ങളോ വണ്ടിക്കുള്ളിൽ നടന്നാൽ സ്വാഭാവികമായിട്ടും ഈ വാഹനം ഒരു അപകടത്തിൽ പോയി പെട്ടേക്കാം. അങ്ങനെ പെട്ടാൽ തൻ്റെ പ്ലാൻ പൊളിയും. ഞാൻ ചോദിച്ചത്, ഒരു സാധാരണ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്ന് മലയാള സിനിമയെ ഏറെക്കുറെ കയ്യിലാക്കത്തക്ക രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു നടൻ ഇത്രയും വിഡ്ഢിത്തരം 1.5 കോടി രൂപ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് 10,000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ഇത് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ ഗജഫ്രാഡല്ലേ അവനിത് ആർക്ക് വേണ്ടി ചെയ്തു? അവൻ എന്തിനു വേണ്ടി ദിലീപിൻ്റെ പേര് പറഞ്ഞു? ഇതാണ് സത്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം അഖിൽ മാരാർ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞു വരുന്നത് ഇത് ശരിക്കും ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്നാണ് ദിലീപിലേക്ക് എത്തുന്നത്. അതായത് യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കുന്നത് എന്താണെന്നറിയാവോ? പൾസർ സുനി ഇത് ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ദിലീപിൻ്റെ പേര് അവൻ പറഞ്ഞു. അത് സത്യത്തിൽ പോലീസ് സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട മാറ്ററും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ട മാറ്ററും എന്ന് പറയുന്നത്, എന്തടിസ്ഥാനത്തിലാണ് പൾസർ സുനി ദിലീപിൻ്റെ പേര് പറഞ്ഞത്? ദിലീപിനെയും സുനിയെയും തമ്മിൽ ബന്ധിപ്പിക്കത്തക്ക ഒരു തെളിവുകളും കേരള പോലീസിന് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ഇൻറ്റൻഷൻ ആയിരുന്നില്ല ഇത് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെങ്കിൽ താങ്കൾ പറയുന്നത് വെറുതെ ആവില്ലേ? ഏതാ? ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഒരാൾ ഓടുന്ന നഗരമധ്യത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആക്രമണം ചെയ്യുന്നു, അതങ്ങനെ ചെയ്യിക്കാൻ ഈ ചെയ്യിപ്പിച്ച ആൾ മണ്ടനാണോ എന്നുള്ള ഒരു ആരോപണ വിധേയനായി നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ചിലപ്പോൾ അത് അഖിൽ ചിന്തിച്ച ഒരു ഇൻറ്റൻഷൻ ആയിരിക്കില്ല പുള്ളി ചിന്തിച്ചതെങ്കിൽ. അല്ല, ഏത് ഇൻറ്റൻഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഇപ്പോഴീ വളരുന്നവൻ വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യും. അടിസ്ഥാനപരമായിട്ട് ഈ ഒരുപാട് സക്സസ് ആയി നിൽക്കുന്ന ഒരു വലിയ വിവരക്കേടുകൾ കാണിക്കാൻ ശ്രമിക്കാറില്ല. കാരണം നഷ്ടം അവർക്കായിരിക്കും എപ്പോഴും വരുന്നത്. പിന്നെ അവർക്കൊന്ന് വരട്ടാം. അതായത് ഇപ്പം പൊതുവേ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ അതിനെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി കളയും, അല്ലെങ്കിൽ ഇനി മലയാള സിനിമയിൽ നീ ഉണ്ടാവത്തില്ല, ഇങ്ങനെയൊക്കെ പറയാം. ഇങ്ങനെയൊക്കെ വാശിയും ദേഷ്യമൊക്കെ കാണിച്ച് വേറെ ആൾക്കാർ, അതായത് ഒരു ഡയറക്ടറെ വിളിച്ച് പറയാം, അതെ ഇന്ന ആളെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സിനിമയ്ക്ക് അത് പണി തരും കേട്ടോ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനകത്ത് പ്രശ്നം വരും. ഇതൊക്കെ പറയാനുള്ള ശേഷി പുള്ളിക്കുണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാക്കാം. ഇത്തരമൊരു ആക്ടിവിറ്റി, ഇങ്ങനൊരു ക്രൂരമായ കാര്യം ചെയ്തുകൊണ്ട് തൻ്റെ ഒരു കാര്യം നേടിയെടുക്കേണ്ട ആവശ്യം പുള്ളിക്കില്ല. കാര്യം ഓൾമോസ്റ്റ് ഈ പറയുന്ന കുട്ടി മലയാള സിനിമയിൽ നിന്ന്, അതായത് കരിയറൊക്കെ പതിയെ ഗ്രാഫ് താഴേക്കാണ്. അതായത് കരിയർ ഓൾമോസ്റ്റ് എൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ആ സമയത്തും. അല്ല, എനിക്ക് തോന്നുന്നു ആ സമയത്ത് മലയാളത്തിലും അതിപ്പോൾ പിന്നെ ഇത് ചെയ്താൽ ഇങ്ങനൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ഒരാളുടെ ജീവിതം തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു വിഡ്ഢിത്തരം, ഇത്രയും വിഡ്ഢിത്തരം, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ദിലീപിനെ പോലൊരാൾ ഒരിക്കലും പ്ലാൻ ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവില്ല എന്നതാണ് റിയാലിറ്റി. പിന്നെ മാത്രമല്ല, പോലീസിന് സുനിയെയും ദിലീപിനെയും തമ്മിൽ കണക്ട് ചെയ്യത്തക്ക തെളിവുകളൊന്നും കിട്ടിയിട്ടുമില്ല.